ഹായ് കൂട്ടുകാരെ, ഇത് രാജീവാണ്. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മുടെ റെസിപ്പി ഒരു ഫിഷ് കറിയാണ്. വൈറ്റ് ടൂണയാണ്, വെള്ളച്ചൂരയാണ്. ഇന്നത്തെ ഫിഷ് കറി ചൂരക്കറിയാണ്. അതിൻ്റെ വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു. ഫിഷ് കറി വയ്ക്കാനുള്ള ആവശ്യമുള്ള സാധനങ്ങളാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഒരു കഷ്ണം ഇഞ്ചി എടുത്ത് നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. 4 കഷ്ണം വെളുത്തുള്ളി, 3 പച്ചമുളക്, 8 കഷ്ണം ചെറിയ ഉള്ളി, കറിവേപ്പില, കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഫിഷ് കറി വയ്ക്കാൻ വേണ്ടി ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഉലുവ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉലുവ പൊട്ടി വന്നിട്ടുണ്ട്. ഈ സമയത്തേക്ക് നമുക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം, വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം, നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കൂടെ നമുക്ക് ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചതും ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമുക്കിത് വഴണ്ടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. 3 പച്ചമുളകാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇളക്കി കൊടുക്കാം. ഞാൻ 2 കിലോ മീനാണ് എടുത്തിരിക്കുന്നത്. അതിനനുസരിച്ച് നമുക്ക് മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് 2 സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 സ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ്. നമുക്കത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. 1 സ്പൂണ് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി ചേർത്ത് കൊടുക്കുക. അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ നന്നായിട്ട് ഇളക്കി ചേർക്കുക. പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. പുളിവെള്ളമാണ്. ഇപ്പോൾ കുറേശ്ശെ ഒഴിച്ച് കൊടുത്ത് ഇളക്കിക്കൊണ്ടിരിക്കുക. നമ്മളൊരു 5-6 അല്ലി കുടംപുളിയാണ് എടുത്തത്. ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അടച്ചു വെച്ച് നമുക്ക് നന്നായിട്ട് തിളയ്ക്കുന്ന വരെ വെയിറ്റ് ചെയ്യാം. ഇന്നത്തെ നമ്മുടെ മീൻ കറിക്ക് വേണ്ടി എടുത്തിരിക്കുന്ന ഫിഷ് വെള്ളച്ചൂരയാണ്, വൈറ്റ് ടൂണയാണ് എടുത്തിരിക്കുന്നത്. നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ തുറന്ന് നോക്കി ചെക്ക് ചെയ്യാം. നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഉപ്പും പുളിയൊക്കെ നോക്കാം. ഇനി നമുക്ക് ഫിഷ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഫിഷ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് തിളയ്ക്കുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. ഫിഷ് കറി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിക്കാം. ഹായ് കൂട്ടുകാരെ, നമ്മുടെ ഫിഷ് കറി റെഡിയായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഹായ് കൂട്ടുകാരെ, നമ്മുടെ ഫിഷ് കറി റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങളും തയ്യാറാക്കാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.